ഞാൻ ചോദിക്കട്ടെ, എന്താണ് ആ വിവാദത്തിൻ്റെ അടിസ്ഥാനം? അദ്ദേഹം സംസ്ഥാന സർവീസിലുള്ള ആളാണ് അല്ലേ? ഓൾ ഇന്ത്യ സർവീസിലുള്ള സംസ്ഥാനത്തെ ഒരു ഉദ്യോഗസ്ഥനാണ്. എങ്ങനെയാണ് ചീഫ് ഇലക്ടറൽ ഓഫീസറെ നിയമിക്കുന്നത്? ഗവൺമെൻറ് കൊടുക്കുന്ന പാനൽ, സംസ്ഥാന ഗവൺമെൻറ് കൊടുക്കുന്ന പാനലിൽ നിന്നും ചീഫ് ഇലക്ഷൻ കമ്മീഷണർ അദ്ദേഹത്തെ നിയമിക്കും. എന്തിനാണ്? ഇലക്ഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ട്. ഇലക്ഷൻ നടത്തി കഴിഞ്ഞാൽ അതിൻ്റെ ജോലി തീർന്നു. സാധാരണ എന്താ ചെയ്യുന്നത്? അതിനുശേഷം പിന്നെ അതോടുകൂടി ഔദ്യോഗിക ജീവിതം അവസാനിപ്പിക്കുകയാണ്. ചീഫ് ഇലക്ടറൽ ഓഫീസറുടെ ഔദ്യോഗിക ജീവിതം പിറ്റേ ദിവസം റിട്ടയർ ചെയ്യുവാണ്. ഇത് എന്താണ് ഇവിടെ നടക്കുന്ന ചർച്ച? ശ്രീമതി നളിനി നെറ്റോ ചീഫ് ഇലക്ടറൽ ഓഫീസറായിരുന്നു. അതിനുശേഷം എവിടേക്കാണ് പോയത്? ഹോമിലേക്ക് പോയി അല്ലേ? പിന്നെ ചീഫ് സെക്രട്ടറി ആയി, പിന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വന്നു. ഇതിന് മുമ്പ് ഇരുന്ന എല്ലാവരും അവരുടെ ഔദ്യോഗിക കാര്യം കഴിഞ്ഞു കഴിഞ്ഞു. ഇതിപ്പോൾ ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ അറിയിച്ചിട്ടുണ്ട് വേറൊരു ജോലിയിലേക്ക് ജോയിൻ ചെയ്യുകയാണെന്ന്. ബംഗാളുമായിട്ടാണ് താരതമ്യപ്പെടുത്തുന്നത്. ബംഗാളിലെ വിഷയം എന്താ? ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും CPM-ഉം ഗുരുതരമായ ആരോപണമാണ് അവിടുത്തെ ചീഫ് ഇലക്ടറൽ ഓഫീസർക്കെതിരായിട്ട് ഉന്നയിച്ചത്. എന്താ ഗുരുതരമായ ആരോപണം? വ്യാപകമായ തോതിൽ SIR-ൽ നിന്ന് വോട്ടുകൾ നീക്കം ചെയ്തു എന്നാണ് ആരോപണം. ഗുരുതരമായ ആരോപണം, രാഷ്ട്രീയ ആരോപണമായിരുന്നു. അങ്ങനത്തെ ഒരു കംപ്ലൈൻറ്റ് ഇവിടുത്തെ ചീഫ് ഇലക്ടറൽ ഓഫീസറെ കുറിച്ച് ആർക്കെങ്കിലും ഉണ്ടായിരുന്നോ? ഇപ്പോൾ പറയുന്ന BJPക്ക് ഉണ്ടായിരുന്നോ? CPM-നുണ്ടായിരുന്നോ? അദ്ദേഹത്തെ പ്രപ്പോസ് ചെയ്തത് ഗവൺമെൻറ്റാണ്, അന്നത്തെ ഗവൺമെൻറ്റാണ്. CPM നേതൃത്വം കൊടുത്ത ഗവൺമെൻറ്റാണ് അദ്ദേഹത്തെ പ്രപ്പോസ് ചെയ്തത്. അതിലെന്താ അവിടുത്തെ ഇവിടെ ആകെ കംപ്ലൈൻറ്റ് പറഞ്ഞത് പ്രതിപക്ഷ നേതാവിൻ്റെ ഓഫീസിൽ നിന്നാണ്. ചില പരാതികൾ അദ്ദേഹത്തിന്, അത് വ്യക്തിപരമായ പരാതിയല്ല, ഇലക്ഷൻ്റെ കാര്യത്തിലുള്ള ചില പരാതികൾ. അത് അദ്ദേഹം പൊളിറ്റിക്കൽ പാർട്ടികളുടെ എല്ലാം മീറ്റിംഗ് കൂടി അതെല്ലാം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോഴേക്ക് ഏറ്റവും കൂടുതൽ കത്ത് കൊടുത്തിരിക്കുന്ന ഒരാൾ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഞാനായിരുന്നു അന്ന് കൊടുത്തിരുന്നത്. വല്ലാതെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയും അദ്ദേഹത്തിനെതിരായിട്ട് അദ്ദേഹം ഇലക്ഷൻ മാനിപ്പുലേറ്റ് ചെയ്തെന്നോ, അദ്ദേഹമാണ് ഞങ്ങളെ ജയിപ്പിച്ചത്, UDF-ന് 102 സീറ്റ് മേടിച്ച് തന്നത് ഈ രത്തൻ കൽക്കറാണ്. എന്തൊരു തമാശയാണ് കേരളത്തിൽ നടക്കുന്നത്, എന്തൊരു തമാശയാണ്. പിണറായി ഗവൺമെൻറ് പാനൽ കൊടുത്ത അതിൽ നിന്നാണ് ചീഫ് ഇലക്ഷൻ കമ്മീഷൻ ഇദ്ദേഹത്തെ ചീഫ് ഇലക്ടറൽ ഓഫീസറാക്കിയത്. പിണറായി ഗവൺമെൻറ് അദ്ദേഹത്തെ പാനലിൽ പെടുത്തിയത് തെരഞ്ഞെടുപ്പിൽ കൃത്രിമം കാണിച്ച് UDF-ന് 102 സീറ്റ് മേടിച്ചു കൊടുക്കാനാണ്. ഇതിനേക്കാൾ വലിയ തമാശയുണ്ട് ഇതൊക്കെ ചർച്ച ചെയ്യുന്നതിന്. എനിക്ക് എല്ലാവരോടുള്ള അഭ്യർത്ഥന, കുറച്ചുകൂടി കൺസ്ട്രക്റ്റീവായിട്ടുള്ള, ക്രിയേറ്റീവായിട്ടുള്ള, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഭാവിക്ക് വേണ്ടിയിട്ടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യേ. ഞങ്ങളെ വിമർശിച്ചോ? എനിക്കിപ്പോഴും നിങ്ങൾ ആരെങ്കിലും ഒരു ചോദ്യം ചോദിക്കുക എന്നോട്.